നമസ്കാരം. എല്ലാവർക്കും 4 അവർ വർക്ക് വീക്ക് എന്ന പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ പുസ്തകത്തിന്റെ 1-ാം ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പുസ്തകം എന്തിനാണ് പഠിക്കുന്നത് എന്ന് ഓഥർ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നമുക്കതൊന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും ഒരു റിട്ടയർമെന്റ് പ്ലാൻ ഉണ്ടായിരിക്കും. 20 വയസ്സ് മുതൽ 50, 55, 60 വയസ്സ് വരെ ജോലി ചെയ്ത ശേഷം അതിനുശേഷമുള്ള ജീവിതം സുഖമായി ജീവിക്കാം, റിട്ടയറായി ജീവിക്കാം എന്നെല്ലാവരും ഒരു പ്ലാൻ വെച്ചിരിക്കും. ഇങ്ങനെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കും കൂടുതൽ ആളുകളും ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ടാവുക. എന്നാൽ ഇതിൽ ഓഥർ നമ്മളോട് ചോദിക്കുകയാണ്, ഈ പ്ലാൻ എത്രത്തോളം കൃത്യമാണ്, എത്രത്തോളം നല്ല പ്ലാനാണ് എന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടതാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ മാത്രമേ നമ്മുടെ കയ്യിൽ സമയവും എനർജിയും ധനവും ഉണ്ടായിരിക്കുകയുള്ളൂ. 60 വയസ്സിന് മുകളിൽ എത്തുമ്പോൾ നമ്മുടെ കയ്യിൽ സമയവും ഉണ്ടായിരിക്കും, ധനവും ഉണ്ടായിരിക്കും, എന്നാൽ എനർജി ഉണ്ടായിരിക്കുകയില്ല. അതിനാൽ ഈ പ്ലാൻ എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്ന് ഓഥർ ഈ ഭാഗത്തിൽ നമ്മളോട് ചോദിക്കുകയാണ്. നമ്മൾ പോകുന്ന ഈ വഴി ശരി തന്നെയാണോ എന്ന് ഓഥർ നമ്മളോട് ചോദ്യം ചെയ്യുന്നു. ഈ പുസ്തകം പൂർണ്ണമായും നിങ്ങൾ കേട്ട് കഴിയുമ്പോഴേക്കും റിട്ടയർമെന്റ് പ്ലാൻ എന്നൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് അതിനു പകരം അവിടെ പുതിയൊരു ഐഡിയ നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നതായിരിക്കും. അടുത്ത സെഷനിൽ ഓഥർ ഒരു FAQ ആണ് വെച്ചിരിക്കുന്നത്. അതായത് ഈ പുസ്തകം വായിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്. കൂടുതൽ പേർക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇപ്പോഴത്തെ ജോലിയെ ഉപേക്ഷിച്ചിട്ട് വേണോ ഞാൻ ഈ പറയുന്ന രീതിയിലേക്ക് വീണ്ടും എൻ്റെ ജീവിതത്തെ മാറ്റുവാൻ. എന്നാൽ അങ്ങനെയില്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ഫ്രീ ടൈമിൽ ഈ പറയുന്ന പുതിയ പ്ലാനുകൾ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്തു നോക്കാം. അഥവാ നിങ്ങൾക്ക് ഈ പ്ലാൻ സക്സസ്ഫുൾ ആയി തോന്നുന്നുവെങ്കിൽ വളരെ ഗ്രാജുവലായി നിങ്ങൾക്ക് ഇതിനെ പൂർണ്ണ സമയത്തേക്ക് വളർത്തിക്കൊണ്ടുവരാം. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ നമ്മുടെ റവന്യൂ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ മെയിൻ ജോബിനെ ഒന്നുകിൽ നമുക്ക് ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ആ മെയിൻ ജോബിനെ നമുക്കൊരു സൈഡ് ജോബാക്കി മാറ്റാം. ഈ ജോബിനെ പൂർണ്ണ സമയത്തിലേക്ക് കൊണ്ടുവരാം. അടുത്തൊരു ചോദ്യം വരാനുള്ള സാധ്യത, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതിന് ഞാൻ യങ് ഏജിലായിരിക്കണമോ? അതായത് ഞാൻ ഒരു 20-30 വയസ്സുള്ള ആളായാൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഓഥർ പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം വയസ്സെന്നത് ഒരു സംഖ്യ മാത്രമാണ്. ആർക്ക് വേണമെങ്കിൽ ഇത് ഫോളോ ചെയ്യാം. ഏത് ഏജിലുള്ളവർക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ഏത് ബിസിനസ്സിലേക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബിസിനസ്സിൽ ഈ മെത്തേഡിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ കൂടുതൽ മെച്ചമുണ്ടാകും. മൂന്നാമത്തെ ഡൗട്ട്, ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് സഞ്ചരിക്കേണ്ടി വരുമോ? ലോകരാജ്യങ്ങളെല്ലാം പോയി കാണേണ്ടി വരുമോ? ഒരുപാട് സഞ്ചരിച്ച് ബിസിനസ്സിനെ കുറിച്ച് പഠിക്കേണ്ടി വരുമോ എന്നെല്ലാം ഒരു സംശയം ഉണ്ടായേക്കാം. എന്ന ഭാഗ്യമെന്ന് പറയട്ടെ, യാത്ര വേണമെങ്കിൽ ചെയ്താൽ മതി. ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരുപാട് ഫ്രീ സമയം ലഭിക്കും. നമ്മൾക്ക് ആ ഫ്രീ സമയം മുഴുവൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുവാനും പറ്റും. അതായത് നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാം. അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിനോടാണ് താല്പര്യമെങ്കിൽ ഫ്രീ സമയത്ത് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. നാലാമത്തെ സംശയം, ഞാനൊരു പണക്കാരനായിരിക്കണമോ? അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുവാൻ വേണ്ടി എൻ്റെ കയ്യിൽ ധാരാളം പണം ആവശ്യമുണ്ടോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടായേക്കാം. ശരിയാണ്, നിങ്ങൾക്ക് ഈ മെത്തേഡിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റിപ്പിടിക്കുവാൻ ആരംഭത്തിൽ നിങ്ങൾക്ക് കുറച്ച് പണം ആവശ്യപ്പെടും, അതും തുടക്കത്തിന് വേണ്ടി മാത്രം. ഈ ഒരു മെത്തേഡിലേക്ക് നിങ്ങൾ ജീവിതം മാറ്റുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പണം ആവശ്യം വരും, കുറച്ച് പണം നഷ്ടപ്പെടുകയും ചെയ്തേക്കാം. ഇതെന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എന്നാൽ നിങ്ങൾക്കത് വേഗം തന്നെ തിരിച്ചെടുക്കുവാനും സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ മെത്തേഡിനെ പെട്ടെന്ന് ഫൈൻ ട്യൂൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടായ നഷ്ടത്തെ പരിഹരിച്ച് നിങ്ങൾക്ക് പൂർവാധികം ശക്തമായി ബിസിനസ്സിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കും. അഞ്ചാമത്തെ സംശയം, ഈ രീതിയിൽ എൻ്റെ ബിസിനസ് സെറ്റ് ചെയ്യാൻ ഞാൻ വളരെയധികം വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണമോ? ഇല്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല. ഈ പുസ്തകത്തിൽ ഓഥർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. മറ്റ് വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. എന്നാൽ ഈ പുസ്തകം മനസ്സിലാക്കുന്നതിനോടൊപ്പം കുറച്ച് ഫിനാൻഷ്യൽ ടേംസ് കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരുമെന്ന് മാത്രം. ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മെത്തേഡ് വളരെ കൃത്യമായി ഫോളോ ചെയ്യുവാൻ സാധിക്കും. ഇതാണ് ഈ പുസ്തകത്തിൽ ഓഥർ ആൻസർ ചെയ്തിരിക്കുന്ന ചില ഡൗട്ടുകൾ. അടുത്ത ഭാഗത്തിൽ ഓഥർ ന്യൂ റിച്ച് എന്ന ആശയം അവതരിപ്പിക്കുകയാണ്. ന്യൂ റിച്ച് എന്നാൽ എന്താണ്? ഈ പുതിയ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ രീതിയിൽ പണം സമ്പാദിക്കുന്നവരെയാണ് ന്യൂ റിച്ച് എന്ന് പറയുന്നത്. ഈ ന്യൂ റിച്ച് എന്നതിന് റിട്ടയർമെന്റ് ഇല്ല.
എന്നാൽ അവർക്ക് ഏത് നിമിഷം വേണമെങ്കിലും താൽക്കാലികമായി ഒരു റിട്ടയർമെന്റ് എടുക്കുകയും ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കാവുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് ന്യൂ റിച്ച് ടെക്നോളജിയിലുള്ളത്. ഈ പുസ്തകം പൂർണ്ണമായും നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾക്കും അതുപോലെ ഒരു ജീവിതം സെറ്റ് ചെയ്തെടുക്കുവാൻ കഴിയും. കുറച്ചു കാലം മുൻപ് വരെ എല്ലാവരും പഠിച്ച് നല്ലൊരു ജോലി നേടണം എന്നായിരുന്നു ചിന്തിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എനിക്ക് നല്ലൊരു ബിസിനസ്മാൻ ആകണം, എന്നിട്ട് എൻ്റെ ബിസിനസ് നല്ലപോലെ വളർത്തണം, അതിനുശേഷം എത്രയും പെട്ടെന്ന് എനിക്കൊരു ബില്യനെയറായി മാറണം. ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്ക് പുതുതലമുറ എത്തിക്കഴിഞ്ഞു. എന്നിട്ട് ആ കമ്പനിയെ മറ്റാർക്കെങ്കിലും വിറ്റ് സ്വസ്ഥമായി ജീവിക്കണമെന്നും വിചാരിക്കുന്നു. എന്നാൽ ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു കമ്പനിയെ പിന്നെ അവസാനം കൊണ്ടുപോയി നമ്മൾ വിൽക്കുന്നത് എന്തിനാണ്? നമുക്ക് നല്ല ആരോഗ്യവും കഴിവും പണവും എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ജോലി ചെയ്യും. എന്നിട്ട് പിന്നീട് ഒരു പ്രായം എത്തുന്ന സമയത്ത് എല്ലാം വിറ്റ് നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട് മാത്രമാക്കി വെച്ചിട്ട് ബാക്കിയുള്ള കാലം സ്വസ്ഥമായി ജീവിക്കാമെന്ന് കരുതുന്നു. എന്നാൽ അത്രയും കാലമൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയില്ല. എന്നാലും ഒരു റിട്ടയർമെന്റ് പ്ലാൻ കൊണ്ട് ജീവിക്കുന്ന ഒരാളുടെ പൊതുവായിട്ടുള്ള ഒരു ധാരണ ഇങ്ങനെയായിരിക്കും. ആദർ ഈ പുസ്തകത്തിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട 3 ചോദ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നമുക്ക് റിട്ടയർമെന്റ് എന്നൊരു കോൺസെപ്റ്റേ ഇല്ല എങ്കിൽ നമ്മുടെ പ്ലാനുകളിൽ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവുക? രണ്ടാമത്തെ കാര്യം, മിനി റിട്ടയർമെന്റ്സ് എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ടായിരിക്കും? മൂന്നാമത്തെ ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥമായി എൻജോയ് ചെയ്ത് ജീവിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു 40-50 വർഷം അടിമയെ പോലെ ജോലി ചെയ്യണമെന്നുണ്ടോ? ഓദർ തുടക്കത്തിൽ തന്നെ നമ്മളോട് ഒരു കാര്യം പറയുകയാണ്. ഈ പുസ്തകം പണം എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതല്ല. ഈ പുസ്തകത്തിന്റെ മെയിൻ ആയിട്ടുള്ള തീം എന്താണെന്ന് വെച്ചാൽ ഫൺ ആൻഡ് പ്രോഫിറ്റ് എന്നതാണ്. മാത്രമല്ല, ഈ പുസ്തകം നിങ്ങളുടെ ഡ്രീം ജോബിനെ നേടിയെടുക്കുവാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയുമില്ല. ഓദർ ഈ ഡ്രീം ജോബ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ വളരെ വ്യത്യാസമായ രീതിയിലാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സാധാരണയായി ഡ്രീം ജോബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്താണെന്നോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി ഞാൻ ചെയ്യുകയാണെങ്കിൽ ആ ജോലി കിട്ടുകയാണെങ്കിൽ എൻ്റെ ഡ്രീം ജോബ് എനിക്ക് ലഭിച്ചു എന്നൊക്കെ പറയും. എന്നാൽ ഓദർ പറയുന്നത് അതല്ല ഡ്രീം ജോബ്. നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എഫിഷ്യൻ്റായി ചെയ്യാൻ കഴിയുന്ന ജോബ് ഏതാണോ അതാണ് നമ്മുടെ ഡ്രീം ജോബ്. അപ്പോൾ ഈ പുസ്തകം നമുക്ക് അത്തരത്തിൽ നമ്മുടെ ഡ്രീം ജോബിനെ കണ്ടെത്തുവാൻ സഹായിക്കും. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എത്രയും വേഗം ടൈം, മണി, എനർജി സേവ് ചെയ്ത ശേഷം എത്രയും വേഗം നമുക്ക് നമ്മുടെ ജീവിതം വേറൊരു രീതിയിലേക്ക് മാറ്റുവാൻ സാധിക്കും. മറ്റു പല കാര്യങ്ങളിലേക്കും നമുക്ക് മുഴുകുവാൻ സാധിക്കും. അടുത്ത സെഷനിൽ ഓദർ നമ്മുടെ ഡീൽ കോൺസെപ്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. നമ്മളിത് ഇതിനു മുമ്പ് തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. ഡി ഫോർ ഡെഫിനിഷൻ, ഇ ഫോർ എലിമിനേഷൻ, എ ഫോർ ഓട്ടോമേഷൻ, എൽ ഫോർ ലിബറേഷൻ. ഡെഫിനിഷൻ സെഗ്മെന്റിൽ നമ്മൾ ന്യൂ ടൈപ്പ് ഓഫ് റൂൾസിനെ പറ്റി പഠിക്കും. അത് പഠിച്ചതിന് ശേഷം അതെല്ലാം എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ഓപ്ഷനിലാണ് ന്യൂ റിച്ച് എന്നാൽ എന്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇതാണ് ഫണ്ടമെന്റൽ. അടുത്തത് നമ്മൾ മനസ്സിലാക്കുന്നത് എലിമിനേഷൻ ആയിരിക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്തെന്നാൽ ട്രഡീഷണൽ എന്നത് ടൈം മാനേജ്മെന്റിന് ഓപ്പോസിറ്റ് ആണ് എന്നതാണ്. അതിൽ നമ്മൾ എങ്ങനെയാണ് നിങ്ങളുടെ പെർ അവർ ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്നതിനെ കുറിച്ച് നമ്മൾ കാണും. അതുപോലെ ലോ ഇൻഫർമേഷൻ ഡയറ്റ് എന്നതും നമ്മൾ ഇതിൽ മനസ്സിലാക്കും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ലോകത്തിൽ നമ്മൾ എവിടെ ഇരുന്നാലും നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്. അതിൽ ഏത് ഇൻഫർമേഷൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം, ഏത് ഇൻഫർമേഷനെ നമ്മൾ അവഗണിക്കണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഈ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കും. ഈ ഭാഗത്തിൽ പറയുന്ന ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസൈൻ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കണ്ടന്റായ ടൈം നമുക്ക് ലഭിക്കും. 3rd സെഷൻ ഓട്ടോമേഷനാണ്. ഇതിൽ നിങ്ങളുടെ ജോലി എങ്ങനെയാണ് പുറമെയുള്ള മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾ ചാനലൈസ് ചെയ്ത് വെക്കുക, ഏതെല്ലാം വർക്കുകൾ നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ഏതെങ്കിലും ഒരു വർക്ക് ഞാൻ ഔട്ട്സോഴ്സ് ചെയ്യണമോ അതോ വേണ്ടയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഇൻകം ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറും. ഈ ഒരു സെഗ്മെന്റിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസൈനിങ്ങിന്റെ 2ാമത്തെ ഭാഗം നമ്മൾക്ക് ഡീൽ ചെയ്യാൻ കഴിയും, അതായത് ഇൻകം. 4ാമത്തത് ലിബറേഷൻ. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് എന്തെന്നാൽ എങ്ങനെയാണ് നമ്മൾ ഈ ബോണ്ടേജിൽ നിന്നെല്ലാം പുറത്തു കിടക്കുക എന്നതാണ്. അതായത് ഇത്തരത്തിലുള്ള ജോലി ഭാരം, ഇത്തരത്തിലുള്ള ചിന്തകൾ, ടെൻഷനുകൾ, ഇതിൽ നിന്നെല്ലാം മുക്തമായി പൂർണ്ണമായ ലിബറേഷനോട് കൂടെയുള്ള ഒരു ജീവിതം. ഇത് താൽക്കാലികമായൊരു ലിബറേഷനെ കുറിച്ചല്ല ഈ പറയുന്നത്. പെർമനന്റായി ഈ ജോലിയുടെ ബോണ്ടുകൾ നമ്മൾ ഇല്ലാതെയാക്കി നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ട് ജീവിക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കുമെന്നതാണ് വിഷയം. ഇതേക്കുറിച്ച് നമ്മളിതിൽ ചിന്തിക്കും. പിന്നെ മിനി റിട്ടയർമെന്റ് പ്ലാൻസിനെ കുറിച്ച് നമ്മളിതിൽ ചിന്തിക്കും. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ ലൈഫ് സ്റ്റൈൽ ഡിസൈനിങ്ങിന്റെ 3ാമത്തെ ഘടകമായ മൊബിലിറ്റി അത് നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് ലൈഫ് സ്റ്റൈൽ ഡിസൈനിങ്ങിലെ 3 ഇൻഗ്രീഡിയൻസ്: ടൈം, ഇൻകം, മൊബിലിറ്റി.
എന്നാൽ ഓതർ നമുക്ക് വേണ്ടി ഒരു കോഷൻ സ്റ്റെപ്പ് കൂടെ നൽകുന്നുണ്ട്. നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഡീൽ മെത്തേഡ് കൃത്യമായി ഉപയോഗിക്കണം. നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഇത് ഡീൽ ആണോ എന്നത് കൃത്യമായി നമ്മൾ പരിശോധിക്കണം. ചിലർ ഒരു പ്രൊഫഷൻ ആയിരിക്കും, ചിലപ്പോൾ ഒരു ജോലി ചെയ്യുകയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഡെഫിനിഷൻ ആൻഡ് എലിമിനേഷൻ സ്റ്റെപ്സ് വളരെ കൃത്യമായി ഫോളോ ചെയ്യാൻ കഴിയുമായിരിക്കും. എന്നാൽ ഓട്ടോമേഷൻ എന്ന സ്റ്റെപ്പിൽ എത്തുന്ന സമയത്ത് അത് മാനേജ് ചെയ്യുവാനുള്ള സമയമില്ലാതെയാകും. അത് കാരണം നിങ്ങൾക്ക് ലിബറേഷൻ എന്നത് സാധ്യമേ അല്ലാതെയാകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം ലിബറേഷൻ സ്റ്റെപ്പിലേക്ക് പോയ ശേഷം പിന്നീട് ഓട്ടോമേഷൻ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഇതിന് നമ്മൾ ഡീല എന്നാണ് പറയുക. അതായത് ഡെഫിനിഷൻ, എലിമിനേഷൻ, പിന്നീട് ലിബറേഷൻ, അതിനുശേഷം ഓട്ടോമേഷൻ. ഇനി നമുക്ക് ചാപ്റ്ററിനകത്തേക്ക് പോകാം. ഒന്നാമത്തെ ചാപ്റ്റർ കോഷൻ ആൻഡ് കമ്പാരിസൺ. ഈ ഒരു ചാപ്റ്ററിൽ ഓതർ ഒരു കമ്പാരിസൺ ടേബിൾ നമുക്ക് നൽകുകയാണ്. ഒരു സാധാരണ മനുഷ്യനും ന്യൂ റിച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട അന്തരങ്ങൾ, ഇതേക്കുറിച്ച് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ് ഈ അധ്യായത്തിൽ. ഓതർ ഈ ഭാഗത്തിൽ നോർമൽ പേഴ്സണെ ഡെഫറേഴ്സ് എന്നാണ് സംബോധന ചെയ്യുന്നത്. ഡെഫറേഴ്സ് എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് അവസാനം നോക്കാം എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെക്കുന്നവരില്ലേ, അവസാനത്തിലേക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു നല്ല ജീവിതം വരാൻ പോകുന്നു എന്ന് കരുതിയിരിക്കുന്നവർ, അവരാണ് ഈ കൂട്ടർ. അതുപോലെ അവസാനം വരെ ജീവിച്ചിട്ട് അവസാനം എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് ഫീൽ ചെയ്യുന്ന ആളുകളില്ലേ, അവരെയും നമുക്ക് ഡെഫറേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ കമ്പാരിസൺ വർക്കിലാണ്. ഡെഫറേഴ്സ് എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അതായത് എനിക്കൊരു ഫാമിലി ഉണ്ട്, ഫാമിലിക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യണം. ന്യൂ റിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചുറ്റുമുള്ളവരെ എല്ലാം എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാക്കി മാറ്റണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. രണ്ടാമത്തെ കമ്പാരിസൺ വർക്ക് ടൈം ആണ്. ഡെഫറേഴ്സ് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ ജോലി ചെയ്യും എന്നെല്ലാം ചിന്തിക്കും. എന്നാൽ ന്യൂ റിച്ച് കൺസെപ്റ്റിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഈ ജോലി ഞാൻ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കും എന്നതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക. എക്സ്ട്രാ എഫർട്ട് എടുത്തിട്ടൊന്നും അവർ ജോലി ചെയ്യാൻ നിൽക്കില്ല. കാരണം അവർക്ക് അവരുടെ വർക്കിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അവരുടെ സമയമാണ്. മൂന്നാമത്തെ കമ്പാരിസൺ റിട്ടയർമെൻറ്റ്. ഈ ഡെഫറേഴ്സ് എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് വേഗം റിട്ടയർഡ് ആവണം, എന്നിട്ട് വേണം റിലാക്സ് ആയിരിക്കാൻ എന്നൊക്കെ വിചാരിക്കും. ന്യൂ റിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ മിനി റിട്ടയർമെൻറ്റിലായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ്, അതിനുവേണ്ടി എനിക്ക് 40-50 വർഷമൊന്നും വെയിറ്റ് ചെയ്യാൻ വയ്യ, അതെല്ലാം ഞാൻ ഇപ്പോൾ തന്നെ അനുഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഏത് പ്രായത്തിലാണെങ്കിലും എന്നാണെങ്കിലും എപ്പോഴാണെങ്കിലും തൻ്റെ ഈ ബിസിനസ്സിൻ്റെ സർക്കിളിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വളരെ നന്നായി ആസ്വദിച്ച ശേഷം തിരിച്ച് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതിലേക്ക് തന്നെ തിരിച്ചു കയറും. ഇതിനെയാണ് മിനി റിട്ടയർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഡെഫറേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഞാൻ റിട്ടയർ ആയി, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ റെസ്റ്റിലാണ് എന്നൊരു ചിന്താഗതിയിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റും. എന്നാൽ ന്യൂ റിച്ച് എങ്ങനെയെന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം എനിക്ക് ചെയ്യണം, അതിനുവേണ്ടി ഞാൻ തൽക്കാലം ഈ സർക്കിളിൽ നിന്ന് പുറത്തു കിടക്കുന്നു എന്നാണ് ചിന്തിക്കുക. നാലാമത്തെ കമ്പാരിസൺ ബൈയിങ് തിങ്സ്. ഡെഫറൻസ് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ നിറയെ സമ്പാദിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാൻ കഴിയൂ എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. ന്യൂ റിച്ച് എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടി എനിക്ക് ധാരാളം പണം വേണം, അതിലൊരു എക്സ്ട്രാ ബോണസോ കാര്യങ്ങളോ കിട്ടിയിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല എന്നാണ് ചിന്തിക്കുക. അതായത് ന്യൂ റിച്ച് അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക എന്നതിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, അല്ലാതെ ബോണസിലോ അവസാനം കിട്ടുന്ന റിസൾട്ടിലോ ഒന്നും അവർ ഫോക്കസ് ചെയ്യില്ല. ഫിഫ്ത്ത് കമ്പാരിസൺ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. ഡെഫറേഴ്സ് എങ്ങനെയെന്ന് വെച്ചാൽ ഞാനൊരു എംപ്ലോയി ആയി തുടരാതെ ഞാനായിരിക്കണം ഇവിടുത്തെ മെയിൻ, എനിക്ക് പ്രൊമോഷൻ വേണം, ഞാൻ ഇവിടുത്തെ ബോസായി മാറണം എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ ന്യൂ റിച്ച് എങ്ങനെയാണെന്ന് അറിയുമോ, അവർ ബോസും ആയിരിക്കില്ല, അവർ എംപ്ലോയിയും ആയിരിക്കില്ല, അവരെപ്പോഴും ഓണർമാരായിരിക്കും. ആറാമത്തെ കമ്പാരിസൺ മണി. ഡെഫറേഴ്സ് വളരെയധികം പണം സമ്പാദിക്കണം എന്നൊരു ഗോളോട് കൂടിയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. എന്നാൽ ന്യൂ റിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഈ കാര്യം ചെയ്യുവാൻ വേണ്ടി ഇത്രയധികം പണം വേണം, അതുകൊണ്ട് ഞാൻ ഇത്ര സമയങ്ങൾക്കകം ഇത്രയും പണം സമ്പാദിക്കും എന്നായിരിക്കും ചിന്തിക്കുക. അതായത് എന്തിനാണ് എനിക്ക് പണം വേണ്ടത്, എപ്പോൾ വേണം, ഏത് സമയത്തിനകം വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർ ക്ലിയർ ആയിരിക്കും. ഏഴാമത്തെ കമ്പാരിസൺ ഗ്രീഡ്. ഡെഫറേഴ്സ് ആയിരിക്കുന്നവരെല്ലാവരും ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഉയർന്നിട്ടുണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് എത്ര കിട്ടിയാലും പോരാ പോരാ എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. എത്ര കിട്ടിയാലും ഇനിയും നിറയെ വേണമെന്നൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവർക്കുണ്ടാവുക. എന്നാൽ ന്യൂ റിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ സമയത്തിനാണല്ലോ വാല്യൂ കൊടുക്കുന്നത്. ഇതിനൊരു ഉദാഹരണം പറയട്ടെ, ഓഫർ. ചില ആളുകൾ എങ്ങനെയെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യം വാങ്ങുവാൻ വേണ്ടി, എന്തെങ്കിലും ഒരു വീട്ടുപകരണം വാങ്ങുവാനാണെങ്കിൽ പോലും 1-2 ആഴ്ച മാർക്കറ്റിൽ മുഴുവൻ തെരഞ്ഞ് എന്തെങ്കിലും ഓഫറിൽ സാധനം കിട്ടാനുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് തെരഞ്ഞ് സമയം പാഴാക്കിക്കൊണ്ടിരിക്കും.
രണ്ടാഴ്ച അലഞ്ഞു തിരിഞ്ഞിട്ടാണെങ്കിലും 1000 രൂപ കുറഞ്ഞിട്ട് ആ സാധനം വാങ്ങാൻ പറ്റിയല്ലോ എന്നൊരു ചിന്താഗതിയിലായിരിക്കും അവർ ഇരിക്കുക. എന്നാൽ ന്യൂ റിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഒരാഴ്ച അലഞ്ഞ സമയം കൊണ്ട് എനിക്ക് 1000 രൂപയിൽ കൂടുതൽ സമ്പാദിക്കാൻ കഴിയുമല്ലോ. അതിനാൽ ഞാൻ എൻ്റെ സമയം ഇങ്ങനെയുള്ള വേസ്റ്റായ കാര്യങ്ങളുടെ പിന്നാലെ കളയുകയില്ല. ഈ സാധനം എനിക്ക് വേണമെങ്കിൽ റേറ്റ് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്തുകൊണ്ടെന്നാൽ അതിനേക്കാൾ മുഖ്യമാണ് എനിക്ക് എൻ്റെ സമയം. അതുകൊണ്ട് അതിന് എത്ര പണം കൊടുത്താണെങ്കിലും ഞാൻ വാങ്ങും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ന്യൂ റിച്ച് അവരുടെ സമയം പാഴാക്കാതെയായിരിക്കും വസ്തുക്കൾ വാങ്ങിക്കൂട്ടുക. 8ാമത്തെ കമ്പാരിസൺ ക്യാഷ് ഫ്ലോ. ഡെഫറേഴ്സ് എങ്ങനെയാണെന്നറിയോ? ബിഗ് പേ ഓഫ്, IPO, അക്വസിഷൻ, റിട്ടയർമെന്റ്. ഇതിനെല്ലാം വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അതായത് ഞാൻ ഇത്രയും കാലം സമ്പാദിച്ച് കൂട്ടിവെച്ചതെല്ലാം ഞാൻ അനുഭവിക്കാൻ പോകുന്നത് റിട്ടയർമെന്റിലാണ് എന്നാണ് അവർ കരുതുന്നത്. എന്നിട്ട് റിട്ടയർമെന്റിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അതായത് വളരെയധികം പണം കയ്യിൽ വരുന്ന ഒരു ദിവസത്തിന് വേണ്ടി കാലങ്ങളായി കാത്തിരിക്കുകയായിരിക്കും. എന്നാൽ ന്യൂ റിച്ചിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണെന്നോ, ക്യാഷ് ഫ്ലോ ആണ് ഇമ്പോർട്ടന്റ്. എന്നും തന്റെ കയ്യിലേക്ക് പണം വരുന്ന പോലെ അവർ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെക്കും. അവർക്ക് ആ ബിഗ് പേ ഡേ എന്ന് പറയുന്നത് സെക്കൻഡറി ആയിരിക്കും. ബിഗ് പേ ഡേ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നും തന്റെ കയ്യിലേക്ക് പണം വരുന്നത് സെറ്റ് ചെയ്യാനായിരിക്കും അവർക്കിഷ്ടം. 9ാമത്തെ കമ്പാരിസൺ ഫ്രീഡം. ഡെഫറൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എത്രയും വേഗം ഒന്ന് രക്ഷപ്പെടണമെന്ന് കരുതുന്നുണ്ടായിരിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്ന് ഞാനൊന്ന് മുക്തമായാൽ അതിനെയാണ് ഫ്രീഡം എന്ന് അവർ കരുതുന്നുണ്ടാവുക. എന്നാൽ ന്യൂ റിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലിയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടണം, അവർക്ക് ഇഷ്ടമുള്ള ജോലിയിൽ നിന്ന് പോലും രക്ഷപ്പെടുന്ന അവസ്ഥയായിരിക്കും. അതായത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം ജോലി ചെയ്യുക എന്നൊരു ചിന്താഗതിയിലായിരിക്കും ഇവർ. ഈ ഒരു ഫ്രീഡത്തെ നോക്കിക്കൊണ്ടാണ് ഈ പുസ്തകം മുഴുവൻ മുന്നോട്ട് പോകുന്നത്. അടുത്ത ഭാഗത്തിൽ ഓഥർ ഫ്രീഡം മൾട്ടിപ്ലെയർ എന്നൊരു കൺസെപ്റ്റാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതായത് അബ്സല്യൂട്ട് ഇൻകം ആൻഡ് റിലേറ്റീവ് ഇൻകം. ടൈമിനെ ആശ്രയിച്ച് നോക്കുമ്പോൾ ഒരാളുടെ ഇൻകം എങ്ങനെയാണ് മാറ്റപ്പെടുന്നത്. ഇത് ടൈമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, മറ്റു പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുകയാണ്. ഇവിടെ ഓഥർ നമുക്ക് വേണ്ടി ഫ്രീഡം മൾട്ടിപ്ലെയർ എന്നത് എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്. ആകെ മൊത്തം 4 ഫ്രീഡം മൾട്ടിപ്ലെയർ ആണ് ഉള്ളത്. വാട്ട് യു ഡു, വെൻ യു ഡു, വേർ യു ഡു, വിത്ത് ഹൂം യു ഡു. ഈ 4 വിഷയങ്ങളിലൂടെയാണ് നിങ്ങളുടെ മണി വാല്യൂ പ്രാക്ടിക്കലായി മൾട്ടിപ്ലൈ ആകുന്നത്. അതായത് ഈ 4 വിഷയങ്ങളിൽ ഏതെല്ലാം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നോ അതനുസരിച്ച് നിങ്ങളുടെ മണി വാല്യൂ മൾട്ടിപ്ലൈ ആകുക തന്നെ ചെയ്യും. ഒന്നാമത്തത് വാട്ട് യു ഡു. ഇവിടെയാണ് നമ്മുടെ പെർഫെക്റ്റ് ജോബ് എന്ന വിഷയം വരുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ അറിയുമെന്നിരിക്കട്ടെ, എന്നാൽ ഞാൻ ഏത് വിഷയമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യണമല്ലോ. പെർഫെക്റ്റ് ജോബ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ അറിയുമായിരിക്കും, എന്നാൽ നിങ്ങൾക്ക് ഏത് ജോലിയാണ് കുറഞ്ഞ സമയം കൊണ്ട് എഫിഷ്യൻ്റായി ചെയ്തു തീർത്ത് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയുക, ഇതായിരിക്കും നിങ്ങളുടെ പെർഫെക്റ്റ് ജോബ്. അപ്പോൾ വാട്ട് യു ഡു എന്ന് പറയുന്ന ഈ സെഷനിൽ നിങ്ങളുടെ പെർഫെക്റ്റ് ജോബ് എന്താണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ, ഇതേക്കുറിച്ച് നമ്മൾ ഡെഫിനിഷൻ ചാപ്റ്ററിൽ കൂടുതൽ ഡീറ്റെയിൽ ആയി പഠിക്കാം. രണ്ടാമത്തേത് വെൻ യു ഡു. എപ്പോഴാണ് നിങ്ങൾ ഈ കാര്യം ചെയ്യേണ്ടത്? ഓഫീസുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ഒരു ടൈം സ്ലോട്ട് തന്നെ ഉണ്ടായിരിക്കുമല്ലോ. ഈ സമയത്ത് പോയി നമ്മൾ ജോലി തുടങ്ങണം, ഈ സമയം വരെ ചെയ്യണം, ഈ സമയത്തിനുള്ളിൽ ഇത്ര കാര്യം ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അത് കാരണത്താൽ ഈ ഓഫീസുകളിൽ നമ്മുടെ ടൈം എപ്പോഴും റെസ്ട്രിക്റ്റ് ആയിട്ടിരിക്കും. അതായത് ആ സമയത്ത് നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല, നമ്മൾ അവിടെ തന്നെ കെട്ടപ്പെട്ടിരിക്കും. എലിമിനേഷൻ ചാപ്റ്ററിൽ പറയുന്ന ആ കാര്യം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈമിനെ സേവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സമയത്തെ നിങ്ങൾക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. മൂന്നാമത്തെ കാര്യം വേർ യു ഡു. അതായത് നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുക. ചില ജോബ് എങ്ങനെയായിരിക്കുമെന്നോ, നിങ്ങൾക്ക് ഓഫീസിൽ പോയി മാത്രമേ അത് ചെയ്യാൻ കഴിയൂ, അങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് റിമോട്ട് വർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടാവുകയേയില്ല. ഇനി മറ്റു ചില ജോബുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത് ഫോറിനിൽ പോയി ചെയ്യേണ്ട ജോലികളായിരിക്കും. ആ ജോലി അങ്ങനെ ഫോറിനിൽ പോയി ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ എത്ര നല്ല പെർഫെക്റ്റ് ജോബ് ചെയ്താലും, നിങ്ങൾ എത്ര തന്നെ സമ്പാദിച്ചാലും ശരി, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നുള്ള ഒരു വലിയ തുക നിങ്ങളുടെ അവിടെയുള്ള ജീവിതത്തിന്റെ എക്സ്പെൻസിലേക്ക് തന്നെ പോകും. അതിനാൽ ലിബറേഷൻ കോൺസെപ്റ്റ് മനസ്സിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷനും മൊബിലിറ്റിയും നിങ്ങൾക്ക് കൃത്യമായി ഫോളോ ചെയ്യുവാൻ കഴിയും. നാലാമത്തത് വിത്ത് ഹൂം യു ഡു. ഇവിടെ ഓട്ടോമേഷൻ കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നിങ്ങൾ ആരെയാണ് നിങ്ങളുടെ ജോലി ഏൽപ്പിക്കാൻ പോകുന്നത്? എല്ലാവരെ കൊണ്ടും നിങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുവാൻ കഴിയുമോ? അത് ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക? ഇതെല്ലാമാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഓട്ടോമേഷൻ ചാപ്റ്ററിലുണ്ട്. അങ്ങനെയുള്ളൊരു പേഴ്സണെ നിങ്ങൾ ചൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറ്റാൻ കഴിയും. എപ്പോഴാണ് നിങ്ങൾ ഈ 4 വിഷയങ്ങളും കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നത്? അതായത് വാട്ട് യു ഡു, വെൻ യു ഡു, വേർ യു ഡു, വിത്ത് ഹൂം യു ഡു. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക്
ഏണിംഗ് പൊട്ടൻഷ്യൽ മാക്സിമത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. അടുത്ത സെഷനിൽ ഓതർ ആരാണ് ന്യൂ റിച്ച് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണ്. ഒരു എംപ്ലോയി തൻ്റെ ബോസിനോട് സംസാരിച്ച് അവർക്ക് റിമോട്ട് വർക്ക് വേണം എന്നുള്ളത് ആരാണ് ആവശ്യപ്പെടുന്നത്? അവർക്ക് ചെയ്യാനുള്ള എല്ലാ ജോലികളും പെട്ടെന്ന് ചെയ്തു തീർത്ത് വലിയൊരു ശതമാനം സമയം സേവ് ചെയ്യുന്നോ? അങ്ങനെ ചെയ്യുന്നവർക്ക് ന്യൂ റിച്ച് ആയി മാറുവാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ഒരു ബിസിനസ്മാൻ ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കസ്റ്റമേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുകയും വലിയ പ്രോഫിറ്റ് ഉണ്ടാകുന്ന കസ്റ്റമേഴ്സിനെ കൂടുതൽ ആഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആരാണോ അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നത്, അതായത് ചെറിയ സമയം കൊണ്ട് കൂടുതൽ സമ്പാദിക്കുവാൻ കഴിവുള്ളവർ, ബാക്കിയുള്ള സമയത്ത് അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, ഇങ്ങനെയുള്ളവരെ സൃഷ്ടിക്കുന്ന ബിസിനസ് ഓണേഴ്സ് ഉണ്ടല്ലോ, അവരെ ന്യൂ റിച്ച് എന്ന് വിളിക്കാം. ഒരു സ്റ്റുഡന്റ് തനിക്ക് ഒഴിവുള്ള സമയത്ത് തനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് അതിലൂടെ ഒരു ചെറിയ ഇൻകമെങ്കിലും ഉണ്ടാക്കുന്നുവെങ്കിൽ അവനെ നമുക്ക് ന്യൂ റിച്ച് എന്ന് വിളിക്കാം. ഇത് കേവലം 3 എക്സാമ്പിളുകൾ മാത്രമാണ്. ഇതുപോലെ എല്ലാ ബിസിനസ്സുകൾക്കും നിങ്ങൾക്ക് എക്സാമ്പിളുകൾ വേണമെങ്കിൽ പറഞ്ഞു തരുവാൻ കഴിയും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം എന്തെന്നാൽ പഴയ റൂൾസിനെ എടുത്ത് കളഞ്ഞ് പുതിയ റൂൾസ് ഉണ്ടാക്കുക എന്നതാണ്. ഇതാണ് ഓതർ ഈ ചാപ്റ്ററിൽ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്ന വിഷയം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? നമസ്കാരം. 4 അവർ വർക്ക് വീക്ക് എന്ന ഈ പുസ്തകത്തിന്റെ 2ാം അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തെ മാറ്റിയെടുക്കുകയാണെങ്കിലും അതിനുവേണ്ടി ഒരു സെറ്റ് ഓഫ് റൂൾസ് വേണം എന്നത് മനസ്സിലാക്കിയിരുന്നു. ആ സെറ്റ് ഓഫ് റൂൾ എന്താണെന്നും അതെങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതുമെന്നാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പുസ്തകത്തിന്റെ ഓതർ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഒരു മനോഹരമായ കഥ പറഞ്ഞു തരികയാണ്. അതായത് ഈ സിസ്റ്റം എങ്ങനെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചതെന്ന് ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പുസ്തകത്തിന്റെ ഓതർ ആദ്യം ഒരു സുമോ റെസ്ലർ ആയിരുന്നു. ഈ ഒരു ഫീൽഡിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നതിന് മുമ്പ് അതിന്റെ സെറ്റ് ഓഫ് റൂൾസ് അദ്ദേഹം പഠിച്ചെടുത്തു. റെസ്ലിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള റൂൾസ് പഠിക്കുന്നതിനിടയിൽ അദ്ദേഹം പ്രധാനപ്പെട്ട 2 കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. ആ 2 റൂളുകളെ അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചാമ്പ്യൻഷിപ്പ് തന്നെ നേടിയെടുത്തു. റൂൾ എന്തായിരുന്നെന്നോ? റെസ്ലിങ്ങിന് ഒരു റൂളുണ്ട്. കോമ്പറ്റീഷന് മുമ്പ് അവരുടെ വെയിറ്റ് ചെക്കിംഗ് ചെയ്യുമായിരുന്നു. റെസ്ലിങ്ങിൽ ഒരാളുടെ വെയിറ്റ് അളന്നു നോക്കിയിട്ടാണ് അവരേത് കാറ്റഗറിയിലാണ് മത്സരിക്കേണ്ടത് എന്നത് തീരുമാനിക്കുക പോലും ചെയ്യുന്നത്. രണ്ടാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ റിംഗ് ഓർ സർക്കിൾ. ഒപ്പണന്റിനെ 3 തവണ ഈ സർക്കിളിൽ നിന്ന് വെളിയിലേക്ക് തള്ളിവിട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ജയിക്കാം. ഈ 2 റൂളുകളെയാണ് ഓതർ അവരുടെ ജീവിതത്തിൽ വളരെ നന്നായി ഉപയോഗിച്ചത്. ഒന്നാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ മത്സരിക്കുന്ന ദിവസം തൂക്കം നോക്കും. അദ്ദേഹം ചെയ്തതെന്തെന്നോ, വെയിറ്റ് കുറയ്ക്കുവാൻ വേണ്ടി താൻ റെസ്ലിംഗിൽ പങ്കെടുക്കുന്ന ആ ദിവസമാകുമ്പോഴേക്കും ഡീഹൈഡ്രേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ശരീരഭാരത്തെ ഗണ്യമായി കുറച്ചു. എല്ലാവർക്കും അറിയാമല്ലോ, ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ജലാംശമാണ്. അതിനാൽ നമ്മുടെ ഓതർ ഡീഹൈഡ്രേഷൻ ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ശരീരത്തിൻ്റെ ഭാരത്തെ ഗണ്യമായി കുറയ്ക്കുകയും ഭാരം കുറഞ്ഞ കാറ്റഗറിയിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു. ഇതൊരു ദിവസം കൊണ്ട് ചെയ്യുവാൻ കഴിയില്ല, കുറച്ച് ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രിപ്പറേഷൻ ചെയ്തത്. എന്നാൽ പിന്നീട് അതിന് ശേഷം അദ്ദേഹം എപ്പോഴാണ് വെള്ളം കുടിക്കുന്നത് അപ്പോൾ ശരീരം ഹൈഡ്രേറ്റ് ആയിക്കൊണ്ട് വീണ്ടും പഴയ പോലെ തന്നെ ആയി മാറുകയും ചെയ്യും. അങ്ങനെ മത്സരിക്കുന്ന സമയമാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ ഓതർ വെയിറ്റ് കൂടുതലുള്ള ഒരു കാറ്റഗറി ആയിരിക്കും, എന്നാൽ മറ്റേയാളാണെങ്കിലോ വെയിറ്റ് തീരെ ഇല്ലാത്തൊരു കാറ്റഗറിയുമായിരിക്കും. അങ്ങനെയെങ്കിൽ ആ ഒപ്പണൻറ്റിനെ വേഗം തന്നെ ജയിക്കുവാനും സാധിക്കും. ഓതർ ഈ വെയിറ്റ് കൺട്രോളിംഗ് കാരണത്താൽ ഒപ്പണൻറ്റിനെ പെട്ടെന്ന് തന്നെ ആ സർക്കിളിൽ നിന്നും പുറത്തേക്ക് തള്ളിവിടുവാനുള്ള ടെക്നിക്ക് സ്വന്തമാക്കി. ഇങ്ങനെയാണ് അദ്ദേഹം ചാമ്പ്യൻഷിപ്പിൽ ജയിച്ചത്. ഈ 2 റൂളുകളും നമ്മളൊന്ന് പരിശോധിച്ചാൽ ഈ 2 റൂളുകളും കോമ്പറ്റീഷനിൽ അത്രകാലം ഇല്ലാതിരുന്ന റൂളുകളൊന്നുമല്ല, അദ്ദേഹം പുതിയതായി കണ്ടുപിടിച്ച റൂളുകളുമല്ല. ആരും തന്നെ അധികമൊന്നും ശ്രദ്ധിക്കാത്ത 2 കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു, അതിനെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ജയിച്ചു, അത്രമാത്രം. അതുപോലെ തന്നെയാണ് നമ്മളീ പഠിക്കാൻ പോകുന്ന റൂൾസും. ഈ റൂൾസൊന്നും നമ്മൾ ആദ്യമായി കണ്ടുപിടിക്കുന്നൊന്നുമല്ല. മാത്രമല്ല ഈ റൂൾസ് എല്ലാം നമ്മൾ ഇത്ര കാലം ശ്രദ്ധിക്കാതെ പോയ റൂൾസാണ് എന്നതാണ് സത്യം. സത്യം പറഞ്ഞാൽ ഈ റൂൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, എന്നാൽ ആരും അധികം അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. നമ്മൾ ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ റൂൾ ഉപയോഗിച്ച് നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഡെഫിനിഷൻ സെഷന്റെ ഫണ്ടമെന്റൽസിനെ കുറിച്ച് ഒന്ന് നോക്കാം. ഒന്നാമത്തെ റൂൾ, റിട്ടയർമെന്റ് ഈസ് ദ വേഴ്സ്റ്റ് കേസ് സിനാറിയോ ഇൻഷുറൻസ്. റിട്ടയർമെന്റ് എന്ന് വെച്ചാൽ അതൊരു വേഴ്സ്റ്റ് കേസ് സിനാറിയോ മാത്രമാണ്. കൂടുതൽ പേരും എന്ത് ചെയ്യുന്നു, റിട്ടയർമെന്റിനെ തന്നെ ഒരു പ്ലാനാക്കി കൊണ്ടു നടക്കുകയാണ്. ഞാൻ ഇത്ര കാലം കഷ്ടപ്പെടും, അതിനുശേഷം ഞാൻ റിട്ടയർഡായി സുഖമായി ഇരിക്കും എന്നാണ് കൂടുതൽ പേരും പ്ലാൻ തന്നെ കൊണ്ടു നടക്കുന്നത്. എന്നാൽ ഓതർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ റിട്ടയർമെന്റ് ഒരിക്കലും നമ്മുടെ ഒരു പ്ലാൻ ആയിരിക്കരുത്.
റിട്ടയർമെന്റ് ഒരു വേസ്റ്റ് കേസ് സിനാരിയോ മാത്രമായിരിക്കണം. അതായത് വേറെ ഒന്നും ചെയ്യാനില്ല, എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരവസ്ഥയിൽ എത്തുമ്പോൾ നമ്മൾ പതുക്കെ നീങ്ങുന്ന ഒരു മേഖലയായിട്ടായിരിക്കണം നമ്മൾ ഈ റിട്ടയർമെന്റ് ലൈഫിനെ പരിഗണിക്കേണ്ടത്. ഓദർ ഈ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ 3 സബ് പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. വാസ്തവത്തിൽ എപ്പോഴാണ് ഒരു വ്യക്തി റിട്ടയർമെന്റിനെ കുറിച്ചെല്ലാം സ്വപ്നം കാണാൻ തുടങ്ങുന്നത്? ആ വ്യക്തി ചെയ്യുന്ന ജോലിയിൽ അദ്ദേഹത്തിന് സംതൃപ്തി ഇല്ലാതെ വരുമ്പോഴാണ് എത്ര കാലം ഇനി ഈ ജോലി ചെയ്യണം, ഈ ജോലി ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് റിട്ടയർമെന്റ് ജീവിതം നയിക്കാമല്ലോ എന്നെല്ലാം ചിന്തിക്കാൻ തുടങ്ങുന്നത്, അല്ലേ? അതായത് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ സമയത്തെ നമ്മൾ വേസ്റ്റാക്കിയിട്ട് അവസാനം ഒന്നിനും കൊള്ളാത്ത സമയത്ത് വിശ്രമിക്കുന്നു. എന്തൊരർത്ഥമാണ് ഇതിനുള്ളത്? മാത്രമല്ല ആ റിട്ടയർമെന്റ് ലൈഫിൽ നമ്മളൊന്ന് ഇരുന്നു കൊണ്ട് ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചാൽ എൻ്റെ നല്ല കാലം മുഴുവൻ ഞാൻ വേസ്റ്റാക്കി എന്നൊരു ചിന്തയായിരിക്കും ഉണ്ടാവുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, കൂടുതൽ പേരും റിട്ടയർമെൻറ്റിന് ശേഷം റിലാക്സായി സന്തോഷമായി ജീവിക്കാമെന്നെല്ലാം പ്ലാൻ ഇടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പ്രശ്നം ആരംഭിക്കുന്നതേ അപ്പോഴായിരിക്കും. എന്തുകൊണ്ടെന്നാൽ റിട്ടയർമെൻറ്റ് സമയത്ത് ഇൻഫ്ലേഷൻ എന്നൊരു സംഗതി വരുന്നുണ്ട്. അതെന്താണെന്നോ, നിങ്ങളുടെ പണത്തിൻ്റെ വാല്യൂ ഓരോ വർഷം 4% വെച്ച് കമ്മിയായിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ അടുത്ത വർഷം ആ 1 ലക്ഷം രൂപയുടെ പർച്ചേസ് പവർ എത്രയായിരിക്കുമെന്നോ, 65,000 രൂപയായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ആ പണത്തിൻ്റെ വാല്യൂ 4% കുറഞ്ഞിട്ടുണ്ടായിരിക്കും. വേറൊരു രീതിയിലും വേണമെങ്കിൽ പറയാം, വസ്തുക്കളുടെ മൂല്യം കൂടി വരുന്നത് കാരണത്താൽ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു വരുന്നു. ഒരു വിഷയത്തെ 1 വർഷത്തേക്ക് വേണ്ടി പറഞ്ഞു തരാം, പിന്നീട് അതിനെ ഒരു 30 വർഷത്തേക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഒന്ന് കണക്കുകൂട്ടി നോക്കൂ. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇരുന്ന് ചിന്തിക്കാം, ഈ 10 ലക്ഷം രൂപ ഞാനിപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയി ഇടും. അതിനുശേഷം ആ 10 ലക്ഷം രൂപയിൽ നിന്ന് മാസം എനിക്ക് പലിശയായിട്ടുള്ള ഇൻകം വന്നുകൊണ്ടേയിരിക്കും. അതുപയോഗിച്ച് എനിക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇത് തിയററ്റിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നും. ഈ കാര്യം നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാൻ വേണ്ടി 5 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണത്തിൻ്റെ മൂല്യം 20% കുറഞ്ഞിട്ടുണ്ടായിരിക്കും. 20% എന്നത് ഞാനൊരു ഏകദേശം പറയുകയാണ്. ചിലപ്പോൾ ഇതെല്ലാം കണക്കില്ലാതെ കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇതൊരു 30 വർഷത്തേക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു നോക്കൂ. അപ്പോഴാണ് മനസ്സിലാക്കുക നിങ്ങളുടെ ഈ റിട്ടയർമെൻറ്റ് പ്ലാൻ തികച്ചും തെറ്റായിരുന്നു എന്ന്. ഈ കാര്യമൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും നിങ്ങൾക്ക് പിന്നെ മുന്നോട്ടോ പിന്നോട്ടോ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടാവും. നിങ്ങൾ ആ അവസ്ഥയിൽ തന്നെ കുടുങ്ങിപ്പോകും. മൂന്നാമത്തെ സബ് പോയിന്റ് കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളൊരു 40 വർഷമോ 50 വർഷമോ ജോലി ചെയ്തെന്നിരിക്കട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് 10 വർഷമോ 15 വർഷമോ വീട്ടിൽ വെറുതെ ഇരിക്കുവാനേ കഴിയില്ല. എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം, ഇത് നിങ്ങൾക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. ഈ സ്കൂൾ കുട്ടികളെ നോക്കിയിട്ടുണ്ടോ? അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണ് ഈ എക്സാം ഒന്ന് കഴിഞ്ഞ് നമ്മുടെ ലീവ് ഒന്ന് തുടങ്ങുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ലീവ് എടുത്തിരിക്കുമ്പോഴോ എപ്പോഴാണ് ഈ സ്കൂളൊന്ന് തുറക്കുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ ഒരുപാട് കാലം നന്നായി അധ്വാനിച്ച ഒരാളാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വെറുതെ ഇരിക്കാനേ സാധിക്കില്ല. റിട്ടയർമെന്റ് എന്ന ഗോൾ വാസ്തവത്തിൽ യാതൊരു അർത്ഥവുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ റൂൾ, ഇൻട്രസ്റ്റ് ആൻഡ് എനർജി ആർ സൈക്ലിക്കൽ. അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ടെന്നിരിക്കട്ടെ, എന്നാൽ പോലും ആ കാര്യത്തെ നമുക്ക് 24 മണിക്കൂറും ചെയ്തുകൊണ്ടിരിക്കുവാൻ കഴിയില്ല. ഒരു ഉദാഹരണത്തിന് പറയട്ടെ, ഒരാൾ നിങ്ങളോട് വന്നിട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് 15 കോടി രൂപ തരാം, എന്നാൽ 15 വർഷത്തേക്ക് നിങ്ങൾ ഈ ഒരൊറ്റ ജോലി മാത്രം 24 മണിക്കൂറും ചെയ്യാൻ പാടുള്ളൂ, അതിനുശേഷം റിട്ടയർഡ് ആയിക്കോളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ? ഇല്ലല്ലോ. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുകയുമില്ല. മാത്രമല്ല, നമ്മൾ ആഗ്രഹിച്ചാലും നമുക്കങ്ങനെ 24 മണിക്കൂറും 15 വർഷം ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുവാൻ കഴിയുകയുമില്ല. ഇതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതും. അതായത് 8-10 മണിക്കൂർ നമുക്കിഷ്ടമില്ലാത്തൊരു ജോലി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള സമയത്ത് പോലും നമുക്കൊരു ഡ്രെയിനായ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. സോ ഒരു ആൾട്ടർനേറ്റീവ് പീരീഡ് ഓഫ് റെസ്റ്റ് ആൻഡ് ആക്ടിവിറ്റി നമുക്ക് ആവശ്യമാണ്. അതായത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, പിന്നെ കുറച്ച് ജോലി ചെയ്യണം, പിന്നെ റെസ്റ്റ് എടുക്കണം, പിന്നെ ജോലി ചെയ്യണം. ഇങ്ങനെ ആയിരിക്കണം നമുക്ക് നമ്മുടെ ഷെഡ്യൂൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു റെസ്റ്റിന് വേണ്ടിയാണ് ഈ മിനി റിച്ച് കൺസെപ്റ്റിൽ മിനി റെസ്റ്റ് കൺസെപ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർ ഒരു വർഷത്തിൽ 11 മാസം അധ്വാനിക്കും, എന്നിട്ട് 1 മാസം റെസ്റ്റ് എടുക്കും. ആ 1 മാസത്തെ റെസ്റ്റിന് ശേഷമാണ് വീണ്ടും അവർ 11 മാസം അവർ അധ്വാനിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യുവാനൊന്നും സാധിക്കില്ല. നിങ്ങൾക്കൊരു മിനി റിട്ടയർമെൻറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കും ഫാമിലിയും കമ്മിറ്റ്മെൻറ്റുകളും എല്ലാം ഉണ്ടായിരിക്കുമല്ലോ. അത് കാരണം നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിളായേ പറ്റൂ. ഇതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നാൽ നിങ്ങളൊരു 3 മാസമോ 4 മാസമോ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 3 മാസത്തിലോ 4 മാസത്തിലോ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ ലീവുകളെയും നിങ്ങൾ ചേർത്ത് വെക്കണം. അങ്ങനെ നിങ്ങൾ സേവ് ചെയ്തു വെച്ച ലീവുകളെല്ലാം കൂടെ ഒരു 5-6 ദിവസത്തേക്ക് കിട്ടുന്ന ഒരു സമയമാകുമ്പോൾ
നിങ്ങൾ ഒരാഴ്ചത്തേക്ക് ഒരു ബൾക്ക് ലീവ് എടുത്ത ശേഷം അതിനെ പോയി എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരണം. ഒരുപാട് പേര് ഇങ്ങനെയുണ്ട്, തൻ്റെ ലീവിനെ എല്ലാം ഇതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കും. അങ്ങനെ അവസാനം ഒരു 1 വീക്ക് ലീവ് ഉള്ള പോലെ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ അവർ ചിന്തിക്കും, ഈ ഒരു വീക്ക് നമ്മൾ വർക്ക് ചെയ്താൽ അതിലൂടെ കൂടെ നമുക്ക് പണം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കിയാൽ നമ്മുടെ കമ്മിറ്റ്മെൻറ്റുകളെല്ലാം നമുക്ക് വേഗം ഫുൾഫിൽ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ലീവെല്ലാം ചേർത്ത് വെച്ചിട്ടും അവർ അവസാനം കിട്ടുന്ന ആ ഒരാഴ്ചയും വീണ്ടും പണിയെടുക്കും. അങ്ങനെയെങ്കിൽ ഈ ലീവെല്ലാം ചേർത്ത് വെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെയാകും. വാസ്തവത്തിൽ ഈ ലീവിനെയെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് അവസാനത്തിൽ പോയിട്ട് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അതായത് തൻ്റെ മനസ്സിന് ഏറ്റവും റിലാക്സേഷൻ കിട്ടുന്ന കാര്യത്തിന് വേണ്ടി ആ ഒരാഴ്ച ഉപയോഗിക്കേണ്ടതാണ്. ഇത് നിങ്ങൾ ആദ്യമായിട്ട് പരീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അതായത് എന്താ ഞാൻ ഈ ഒരാഴ്ചയെല്ലാം ലീവ് എടുത്ത് എന്തിനാണ് വെറുതെ അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങി സമയമൊക്കെ പാഴാക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഈ സമയം ഞാൻ ഓഫീസിൽ പോയി ജോലി ചെയ്താൽ എനിക്ക് കുറച്ചുകൂടെ പണം ഉണ്ടാക്കാമല്ലോ, അതുപയോഗിച്ച് എൻ്റെ കമ്മിറ്റ്മെൻറ്റുകളെല്ലാം വേഗം പൂർത്തിയാക്കാമല്ലോ എന്നെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ നിങ്ങൾ ഈ കാര്യം ഒരു തവണ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളിത് പരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയിൽ എത്ര വ്യത്യാസമാണ് ഉണ്ടാകുന്നത് എന്ന്. മൂന്നാമത്തെ റൂൾ, ലെസ് ഈസ് നോട്ട് ലേസിനെസ്. അതായത് ഒരു കാര്യം ഒരാൾ കുറച്ചേ ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹം ഒരു അലസനൊന്നുമല്ല. ഈ റൂൾ ന്യൂ റിച്ചിന് ഏറ്റവും ഉത്തമമായൊരു റൂളാണ്. അതായത് ന്യൂ റിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്തു തീർക്കാൻ ഏറ്റവും കുറഞ്ഞ എഫർട്ട് എങ്ങനെയാണോ കണ്ടെത്താൻ പറ്റുക, അങ്ങനെ ഏറ്റവും കുറഞ്ഞ എഫർട്ടിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഒരു കാര്യം ചെയ്തു തീർക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ആ വിഷയം ചെയ്തു തീർക്കാൻ വേണ്ടി അവർ ഇത്തിരി പരിശ്രമിച്ചുള്ളൂ, കുറച്ച് സമയമേ അതിൻ്റെ പിന്നാലെ ചിലവഴിച്ചുള്ളൂ എന്നുള്ളത് കൊണ്ട് അവർ ഒരു അലസനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ന്യൂ റിച്ച് എന്ന് പറയുന്നവർ അവരുടെ വിജയത്തെ അവരുടെ ആക്ഷൻ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി ഉപയോഗിച്ചുകൊണ്ടാണ് മെഷർ ചെയ്യുക. അല്ലാതെ അവർ എത്ര നേരം അതിൽ പരിശ്രമിച്ചു എന്നത് വെച്ചിട്ടല്ല അവർ മെഷർ ചെയ്യുക. കൂടുതലും IT കമ്പനികളെല്ലാം എങ്ങനെയെന്ന് വെച്ചാൽ പേയ്മെൻ്റ് എല്ലാം ഹവർ കണക്കിനായിരിക്കും ഉണ്ടാവുക. എന്നാൽ നമ്മളോട് എല്ലാവരും ഹവർ കണക്കിനാണ് പൈസ തരുന്നത് എന്ന് പറയുകയൊന്നുമില്ല. എന്നാൽ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, നമ്മൾ വർക്ക് ചെയ്യുന്ന ഹവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ നമുക്ക് വേണ്ടി തരുന്ന ശമ്പളത്തെ തീരുമാനിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്ര മണിക്കൂർ, അതായത് രാവിലെ ഇത്ര മണി മുതൽ വൈകുന്നേരം എത്ര മണി വരെ അവിടെ ഉണ്ടായിരിക്കണം, ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം, ഇങ്ങനെ മാനദണ്ഡം വെച്ചിട്ടുണ്ടാകും. അതായത് ഇടയ്ക്കൊന്നും റെസ്റ്റ് എടുക്കില്ല, ആ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ആ കാര്യത്തിനോട് മടുപ്പ് വരും. പിന്നെ ആ കാര്യത്തിനോട് മടുപ്പ് വന്നാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൽ നിന്നും റിട്ടയർമെൻറ്റ് വേണമെന്ന് തോന്നും. ഇതെല്ലാം മാനേജ്മെൻറ്റിനും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് മാനേജ്മെൻറ്റുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു മണിക്കൂറിന് ഒരാളുടെ പ്രൊഡക്ഷൻ എന്തായിരിക്കുമോ എന്നത് കണക്കാക്കിക്കൊണ്ടാണ് അവരുടെ സാലറി തന്നെ ഫിക്സ് ചെയ്യുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ ആ ഒരു മണിക്കൂറിൽ എത്ര അധ്വാനിക്കുന്നു, എന്ത് സമ്പാദിക്കുന്നു എന്നതാണ് ആ ഗ്രോസിൻ്റെ കണക്ക് വരുന്നത്. എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ ആ കാര്യം ചെയ്യാൻ വേണ്ടി വളരെ സമയം ചെലവഴിക്കുന്നുണ്ട് എന്നതാണ് സത്യം. എന്നാൽ ന്യൂ റിച്ച് ഒരിക്കലും ഇങ്ങനെ സമയത്തിൽ ബന്ധിതമായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യില്ല. അവർ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്നോ, ശരി, ഈ പ്രൊജക്റ്റ് ഞാൻ ഏറ്റെടുക്കുന്നു, ഞാനിത് വേഗം ചെയ്യാം, ഇത്ര സമയമൊന്നും പറയില്ല, എത്ര വേഗം കൊണ്ട് ആ പ്രൊജക്റ്റ് തീർക്കാൻ പറ്റുമോ, എന്നിട്ട് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമോ അത് ചെയ്തിട്ട് അവർ പോകും. ഇതാണ് ന്യൂ റിച്ചിൻ്റെ കൺസെപ്റ്റ്. ന്യൂ റിച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജോലി ചെയ്യണം, നമ്മൾ ചെയ്യുന്ന ജോലി മീനിങ് ഫുള്ളായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കണം, എന്നാൽ ഒരിക്കലും ബിസി ആയിരിക്കുവാൻ പാടില്ല. നാലാമത്തെ റൂള്, ടൈമിംഗ് ഈസ് നെവർ റൈറ്റ്. നാലാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ, ടൈമിംഗ് ഈസ് നെവർ റൈറ്റ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴായിരിക്കും എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതം ആസ്വദിക്കുവാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും നിങ്ങളുടെ സമയം ശരിയല്ലാതെയാകും. എനിക്കിപ്പോൾ എൻജോയ് ചെയ്യാൻ പോകണമെന്ന് ചിന്തിക്കും, അപ്പോഴേക്കും മനസ്സിൽ നിന്ന് വേറൊരു ചിന്ത വരും, അയ്യോ ഞാൻ ഈ ഏൽപ്പിച്ച കാര്യം ചെയ്ത് തീർത്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകും എന്ന്. അതായത് എൻജോയ്മെൻറ്റ് ചെയ്ത് ജീവിക്കുവാനും അദ്ദേഹത്തിന് ശരിക്കും പറ്റില്ല. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാനേറ്റിട്ടുണ്ടെങ്കിൽ അതും ശരിക്കും നടക്കില്ലാത്ത അവസ്ഥ വരും. രണ്ട് സൈഡിലേക്കും പോകാൻ പറ്റാതെ നടുവിലിരിക്കുന്ന ഒരവസ്ഥ വരും. ഇതെങ്ങനെയാണ് ഈ ഡേഞ്ചർ ആയിട്ടുള്ള ഹാബിറ്റിനെ നമ്മൾ ഇല്ലാതെയാക്കുക? ചില സത്യങ്ങൾ നമ്മൾ ആദ്യം അംഗീകരിക്കണം. അതായത് ഈ ടൈമിംഗ് എന്നത് എപ്പോഴും ഒരേപോലെയൊന്നും ആയിരിക്കില്ല. എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഉടനെ ചെയ്യണം, അത്രയേ ഉള്ളൂ കാര്യം. അതായത് നമുക്കൊരു വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് റിമൈൻഡറിലോ നോട്ടിലോ മറ്റോ നമ്മൾ എഴുതി വെക്കണം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തീരുമ്പോൾ അടുത്ത് ഞാൻ ആദ്യമായി ചെയ്യാനുള്ള കാര്യം അവിടെ പ്രത്യക്ഷപ്പെടണം. ഈ സത്യത്തെ ഞാൻ മനസ്സിലാക്കി പ്രാക്ടിക്കലാക്കുകയാണെങ്കിൽ ഈ ശീലത്തിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ പറ്റും. 6th പോയിന്റ്, ആസ്ക് ഫോർ ഫർഗീവ്നെസ് നോട്ട് പെർമിഷൻ. അതായത് നിങ്ങൾക്കൊരു നോർമൽ പേഴ്സണിൽ നിന്നും ഒരു ന്യൂ റിച്ച് ആയി മാറണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുഖ്യമായതാണ്. അതായത് നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഭയമുണ്ടായിരിക്കും. അതായത് ഇതെല്ലാം വർക്കാവുമോ അതോ ആവില്ലയോ എന്നെല്ലാം. ഓഥർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഥവാ അത് നടന്നില്ലെങ്കിൽ നിങ്ങൾ അവരോട് മാപ്പപേക്ഷിക്കൂ.
ഇത് ചെയ്യണമോ വേണ്ടയോ എന്ന് പെർമിഷൻ മാത്രം നിങ്ങൾ ആരോടും ചോദിക്കരുത്. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും നിങ്ങളത് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അനവധി റീസണുകളായിരിക്കും നിങ്ങളുടെ മുന്നിൽ വെച്ച് വിളമ്പുക. എന്നാൽ ഓതർ പറയുകയാണ്, നിങ്ങൾക്കിത് ചെയ്യുവാൻ ഒരു കാരണമെങ്കിലും ഉണ്ടായാൽ മതി, നിങ്ങളിത് ചെയ്യാൻ തുടങ്ങൂ. നിങ്ങൾ കൃത്യമായിട്ട് ഇത് ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിത് എങ്ങനെയാണ് ചെയ്ത് തീർത്തത് എന്ന് അന്വേഷിക്കുകയും നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റികളും കിട്ടുകയും ചെയ്യും. നിങ്ങൾ ചെയ്ത് എങ്ങാൻ തെറ്റിപ്പോയി വിജയിച്ചില്ല എങ്കിൽ നിങ്ങൾ ഹൃദയം തുറന്ന് സോറി ചോദിക്കണം. നിങ്ങൾ പുതിയൊരു റൂൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ വിഷയങ്ങളെല്ലാം വളരെ ആവശ്യമുള്ളതായിരിക്കും. 6ാമത്തെ പോയിന്റ്, എംബസൈസ് സ്ട്രെങ്ത്സ്, ഡോണ്ട് ഫിക്സ് വീക്ക്നെസ്. ഇത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു കുഴപ്പമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളെ വളർത്തിയതേ അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ നോക്കിയാൽ ഒരു 8 സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ആ 8 സബ്ജക്റ്റിൽ 2 സബ്ജക്റ്റ് നന്നായി പഠിച്ചു, ബാക്കിയുള്ള സബ്ജക്റ്റുകളൊന്നും നന്നായി പഠിക്കാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ. അപ്പോൾ ആ പഠിക്കാൻ പറ്റാത്ത 4 സബ്ജക്റ്റുകൾ പഠിക്കുക എന്ന് പറഞ്ഞ് ആ 4 പറ്റാത്ത സബ്ജക്റ്റുകളുടെ മേലെയായിരിക്കും നമുക്ക് ഫോഴ്സ് തരിക. അങ്ങനെ തനിക്ക് വയ്യാത്ത ആ കാര്യത്തെ മടുത്ത് ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ വരും. ഇതിലൂടെ എന്താണ് വ്യക്തിക്ക് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഒരു ഓവറോളായിരുന്ന വളരെ നല്ല മിടുക്കനായിരുന്ന വ്യക്തി ഒരു ആവറേജ് വ്യക്തിയായിട്ട് മാറും. തനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന വിഷയത്തിൽ കൂടുതൽ അവർ പരിശീലിക്കുകയുമില്ല. അത് കാരണം അതിലും മാർക്ക് കുറയും. പിന്നെ തനിക്ക് വഴങ്ങാത്ത സബ്ജക്റ്റുകളെ വഴക്കിയെടുക്കാൻ നോക്കിയിട്ട് സമയം വേസ്റ്റ് ആവുകയും ചെയ്യും. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ഏത് സക്സസ്ഫുൾ പീപ്പിളെ വേണമെങ്കിലും എടുത്ത് പരിശോധിച്ചോളൂ. അവർ മൾട്ടിപ്പിൾ ഫീൽഡുകളിൽ ഒരിക്കലും സക്സസ് ആയിട്ടുണ്ടായിരിക്കില്ല. ഏതെങ്കിലും ഒരു ഫീൽഡിലായിരിക്കും അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ടൈമിൽ അദ്ദേഹം ഒരു ഫീൽഡിലായിരിക്കും സക്സസ്ഫുൾ ആയിട്ടുണ്ടാവുക. ഉദാഹരണത്തിന് എലോൺ മസ്കിനെ നോക്കൂ. അദ്ദേഹം അനവധി സംരംഭങ്ങൾ തുടങ്ങി. ടെസ്ല മോട്ടോഴ്സ് അടക്കമുള്ള നിറയെ പ്രൊജക്റ്റുകൾ അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹം ഒരേ സമയം അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങളിലും ഒരേ സമയത്തൊന്നും സക്സസ്ഫുൾ ആയിട്ടില്ല. അവർ ഓരോരോ പ്രൊജക്റ്റുകളെ ഓരോരോ സമയത്ത് ഫോക്കസ് ചെയ്ത് അങ്ങനെ ആ പ്രൊജക്റ്റുകളെല്ലാം വളർത്തി എല്ലാ പ്രൊജക്റ്റും കൂടെ നൽകിയ ആ ഒരു വളർച്ചയിലൂടെ അവർക്ക് സക്സസ് ഉണ്ടായി. അതായത് ഓതർ പറയുകയാണ്, നമ്മുടെ വീക്ക്നെസ്സുകളെ നമ്മൾ ശരിയാക്കാൻ എത്ര തന്നെ പരിശ്രമിച്ചാലും അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് വരാൻ പോകുന്നില്ല. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ്സിനെ മറക്കൂ. നിങ്ങളുടെ ഗുഡ് എന്നതിനെ നിങ്ങൾ ബെറ്റർ ആക്കി മാറ്റൂ. പിന്നെ ബെറ്റർ എന്നതിനെ നിങ്ങൾ ബെസ്റ്റ് ആക്കി മാറ്റൂ. അതിനെ ഒരു ആയുധമാക്കിക്കൊണ്ട് നിങ്ങൾ ഉയരൂ. സോ ഡോണ്ട് ട്രൈ ടു ബി ആവറേജ്. 7ാമത്തെ പോയിന്റ്, തിങ്സ് ഇൻ എക്സസ് ബിക്കം ദെയർ ഓപ്പോസിറ്റ്. അതായത് അളവിൽ കൂടിയാൽ അമൃതും വിഷം. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് അധികമാണെന്നിരിക്കട്ടെ, നമ്മൾ എല്ലാം അധികമായിരിക്കുന്ന ആ അവസരത്തിൽ നോക്കിയാൽ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണോ ഇതെല്ലാം വാരിക്കൂട്ടാൻ ശ്രമിച്ചത് ആ കാര്യത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമ്മളിപ്പോഴും നിൽക്കുന്നുണ്ടാവുക. ഉദാഹരണത്തിന് നമുക്ക് പണം എടുക്കാം. എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് ഭാവിയിൽ എനിക്ക് വളരെ നല്ലൊരു ജീവിതം അധികം കഷ്ടപ്പെടാതെ ജീവിക്കണം എന്ന പ്രതീക്ഷയോടെ പണം സ്വരൂപിച്ച് വെക്കും. ഒരളവിലധികം പണം സ്വരൂപിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഞാൻ എന്തിനാണ് ഇത്രയധികം പണം സമ്പാദിച്ചത് എന്നതുപോലും മറന്ന് അവർ പണം സമ്പാദിക്കുന്നതിൽ തന്നെ മുഴുകിപ്പോകും. എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ പണം കൂട്ടാൻ ആരംഭിച്ചത് എന്നുള്ളത് മറന്ന് അവർ പണത്തിൻ്റെ പിന്നാലെ ഓടാനും തുടങ്ങും. ഈ എക്സാമ്പിൾ നമുക്ക് പണം വെച്ച് പറയാം, ടൈം വെച്ച് പറയാം, എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് പറയാം. ഓതർ ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ലൈഫ് സ്റ്റൈൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ തൊഴിലിനിടയിൽ നിന്നും നമുക്കല്പം സമയത്തെ കണ്ടെത്തിയിട്ട് ആ സമയത്തെ നമ്മൾ കൃത്യമായി ഉപയോഗിക്കുവാൻ പഠിക്കുക എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സമയത്തെ ഫ്രീ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സസ് ടൈം ലഭിക്കും. ആ എക്സസ് ടൈമിനെ നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിൽ ഉപയോഗിക്കണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സമയം കണ്ടെത്തുന്നത്. എന്നാൽ അങ്ങനെ ഫ്രീ ആക്കി എടുക്കുന്ന ആ സമയത്തെ നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല എങ്കിൽ അങ്ങനെ ഒരു സമയം കണ്ടെത്തിയത് വേസ്റ്റായി പോകും. 8ാമത്തെ പോയിന്റ്, മണി അലോൺ ഈസ് നോട്ട് എ സൊല്യൂഷൻ. അതായത് പണം കൊണ്ട് മാത്രം എല്ലാ സൊല്യൂഷനും ഉണ്ടാകില്ല. ഓതർ ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, പണം എന്നത് കേവലം കറൻസി മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പണം കൊണ്ട് സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഓതർ പറയുന്നത്. കുറേ പേരെ എങ്ങനെയാണെന്ന് വെച്ചാൽ, പണം ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്ന് കരുതി അവരുടെ ജീവിതകാലം മുഴുവൻ പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്നു. ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക, ധാരാളം പണം ഉണ്ടാക്കിയ ശേഷമാണ് അവർക്ക് മനസ്സിലാവുക പണം കൊണ്ട് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവില്ല എന്ന്. പിന്നെ ഒരു കാര്യം എന്തെന്നാൽ, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം വരും. ആ പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കുന്നതിന്, ആ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് എൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങും. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിതിൽ നിന്നൊന്നും മുക്തമാകാൻ പറ്റാത്തത് എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. ആ ഒരു പോയിന്റിനെ ഒരു എക്സ്ക്യൂസായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കും. എന്താണ്, എനിക്ക് പണമില്ല, പണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇങ്ങനൊരു എക്സ്ക്യൂസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുവാൻ തുടങ്ങും. ഇത് കുറേ കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചുണ്ടാക്കിയ ഈ ഒരു ഇല്യൂഷൻ, അതായത് എനിക്ക് പണമില്ല അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഈ ഒരു ഇല്യൂഷൻ യാഥാർത്ഥ്യമായി മാറും. അങ്ങനെ ആകുന്നതോടുകൂടി നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടം ആരംഭിക്കും.
പക്ഷേ നമ്മുടെ പ്രശ്നം അപ്പോൾ പണമായിരിക്കില്ല. പണത്തേക്കാളും വലിയ പ്രശ്നങ്ങളായിരിക്കും നമ്മളപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിലധികം പണം ഉണ്ടാകണം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക പണമുണ്ടെങ്കിലും പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന്.